റോയ്സി എയർപോർട്ട്, ചാൾസ് ഡിഗോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ യാത്രയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പാരീസ് വഴി കാനഡയിലെ ടൊറാൻഡോവിലേക്കായിരുന്നു. ഞങ്ങളുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് പാരീസ് എയർപോർട്ടിൽ ടെർമിനൽ 2-ൽ ആയിരുന്നു ലാൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം കണക്ഷൻ ഫ്ലൈറ്റിന് പോകുന്നത് സാറ്റലൈറ്റ് ടെർമിനൽ എമ്മിലേക്കായിരുന്നു. ടെർമിനൽ 2E ആണെങ്കിൽ 3 സാറ്റലൈറ്റ് ടെർമിനൽസ് ആണുള്ളത്. ടെർമിനൽസ് K, L ആൻഡ് M. ഞങ്ങൾക്ക് പോകാനുള്ളത് ടെർമിനൽ എമ്മിലേക്കാണ്. കുറച്ചു ദൂരം നടക്കാനുണ്ട്. നടന്ന് പോയതിന് ശേഷം ട്രാൻസിറ്റ് ട്രെയിൻ വഴി നമുക്ക് ടെർമിനൽ എമ്മിലേക്ക് പോകാം. ഞങ്ങളുടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിരുന്നത് ഡെൽറ്റ എയർലൈൻസിലായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർ ഫ്രാൻസ് ആണ്. ഞങ്ങളിപ്പോൾ എമ്മിലേക്ക് പോകാൻ ട്രാൻസിറ്റ് ട്രെയിൻ കയറാൻ നടന്നു പോവുകയാണ്. ട്രാൻസിറ്റ് ട്രെയിനിലേക്ക് പോകാൻ തന്നെ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ നടക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീൽ ചെയറിൻ്റെ ഹെൽപ്പും എടുക്കാമല്ലോ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ടും ചെയ്യണേ. ഈ എയർപോർട്ടിന് 3 ടെർമിനൽസ് ആണുള്ളത്. ടെർമിനൽ 1, 2, 3. ഇതിലാണെങ്കിൽ ടെർമിനൽ 2 ഏറ്റവും വലിയ ടെർമിനലാണ്. വളരെയധികം സബ് ടെർമിനൽസ്, അതായത് 2A മുതൽ 2G വരെ ഈ ടെർമിനൽ 2-ന് ഉണ്ട്. പിന്നെ 2E ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 3 സാറ്റലൈറ്റ് ടെർമിനൽസ് ഉണ്ട്. ടെർമിനൽസ് K, L ആൻഡ് M. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങളുടെ ബോർഡിംഗ് ഗേറ്റായ M27ലേക്കുള്ള യാത്രയിലാണ്. ഇങ്ങനെയുള്ള യാത്രയൊക്കെ നല്ല ഒരു അനുഭവമാണ്.
ടെർമിനലിന് മുന്നേ കസ്റ്റംസ് ക്ലിയറൻസ്, അതായത് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടി ഫ്രീ ഏരിയ കഴിഞ്ഞ് നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാം. പിന്നെ ഈ ഡ്യൂട്ടി ഫ്രീ ഏരിയ കഴിയുമ്പോൾ തന്നെ ഒരു വിശാലമായ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് വിശ്രമിക്കാനും അതിന് അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുവാനും ഇരിക്കുവാനുമുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രാൻസിലെ ഏറ്റവും വലിയ എയർപോർട്ടാണിത്. കൂടാതെ യൂറോപ്പിലെ തന്നെ വലിയ എയർപോർട്ടുകളിൽ ഒന്നാണിത്. ഇതിലെ ടെർമിനൽ 2 ആണെങ്കിൽ എയർ ഫ്രാൻസിൻ്റെ മെയിൻ ഹബ്ബാണ്. ഞങ്ങൾക്കാണെങ്കിൽ 5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ ടെർമിനലിലേക്കുള്ള യാത്രക്കും കസ്റ്റംസ് ക്ലിയറൻസിനും ഒക്കെ ചിലവായി. 1-2 മണിക്കൂർ ഇവിടെ എയർപോർട്ടിലുള്ള എല്ലാ കാഴ്ചകളും ചുറ്റിക്കറങ്ങി കണ്ട് ആസ്വദിച്ചു. ഈ എയർപോർട്ടിലെ എല്ലാ ഏരിയയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റെസ്റ്റോറൻറ്റ്സ് ഏരിയയും പിന്നെ വെയിറ്റിംഗ് ഏരിയയും ഒക്കെ വളരെ ക്ലീനാണ് കേട്ടോ. ഞങ്ങളുടെ കൈവശം ഇവിടുത്തെ കറൻസിയായ യൂറോ ഇല്ലായിരുന്നു. കുറച്ച് $US കയ്യിലുള്ളത് കാരണം എക്സ്ചേഞ്ച് ചെയ്തിട്ട് മോൾക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. മണി എക്സ്ചേഞ്ച് കൗണ്ടറിൽ പോയാൽ അവരുടെ എക്സ്ചേഞ്ച് ഫീ കൊടുക്കണം. അത് മിനിമം €6-7 ആണ്. അതൊരു വേസ്റ്റാണ്. അതിനാലാണ് കടയിൽ നിന്ന് തന്നെ സാധനം മേടിച്ച് ബാക്കി എക്സ്ചേഞ്ച് മേടിച്ചത്. അഞ്ച് മണിക്കൂർ ലേ ഓവർ പോയത് അറിഞ്ഞതേയില്ല. അത്രയും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ എയർപോർട്ടിലേത്. ഞാൻ മുമ്പേ പറഞ്ഞതുമാതിരി ഇത് എയർ ഫ്രാൻസിൻ്റെ മെയിൻ ഹബ്ബാണ്.
അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബോർഡിംഗ് ഗേറ്റിൽ എത്തി. ഫ്രണ്ട്സ്, ഈ എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചതിന് വളരെയധികം നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.